നമസ്കാരം. കഥാലോകം എന്ന ചാനലിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരെയും, കഥാപ്രേമികളായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പറയപെറ്റ പന്തിരുകുലത്തിലെ ഒരു കഥയാണ്. പറയപെറ്റ പന്തിരുകുലത്തിൽ 12 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ വായില്ലാ കുന്നിലപ്പനായി ദേവനായി എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ബാക്കി 11 പേർ. അച്ഛനും അമ്മയുമായ വരരുചിയും പഞ്ചമിയും മരിച്ചപ്പോൾ ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ എല്ലാവരും കൂടി, ഈ 11 പേര് ഒരുമിച്ച് കൂടി അഗ്നിഹോത്രിയുടെ ഇല്ലത്തിൽ, അഗ്നിഹോത്രി അടക്കം എല്ലാവരും കൂടിയാണ്, ഈ 11 പേരാണ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ. അപ്പോൾ അതിന് ബ്രാഹ്മണരെയൊക്കെ വരുത്തും. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്നാണ് ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അഗ്നിഹോത്രി ബ്രാഹ്മണനാണെങ്കിൽ കൂടി ഈ സഹോദരങ്ങൾ പല ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട്, ഐത്തമൊക്കെ ഉള്ളത് കൊണ്ട്, തൊട്ടുകൂടായ്മയൊക്കെ ഉള്ളത് കൊണ്ട് പല ബ്രാഹ്മണരും വരാൻ വിസമ്മതിക്കും. അത് മാത്രമല്ല, അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കും അന്തർജനത്തിനും ഇതിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഇത് ഭർത്താവിനോട് പറയും, ഇങ്ങനെ പല ജാതിയിൽപ്പെട്ടവരാണ് നിങ്ങളുടെ സഹോദരങ്ങൾ, അതുകൊണ്ട് അവരുമായി സഹകരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഭാര്യയും ഇദ്ദേഹത്തോട് തുറന്നു പറയും. അപ്പൊ അഗ്നിഹോത്രി പറയും, അതിനൊക്കെ വഴിയുണ്ടാക്കാം എന്ന് പറയും. അങ്ങനെ അപ്രാവശ്യം ഇതുപോലെ ശ്രാദ്ധകർമ്മം, അച്ഛന്റെ ശ്രാദ്ധകർമ്മത്തിന് സഹോദരങ്ങളെല്ലാം ഇവിടെ അഗ്നിഹോത്രിയുടെ ഇല്ലത്തിൽ ഒത്തുകൂടും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മുറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 10 പേർക്കും, സഹോദരങ്ങളായ 10 പേർക്കും 10 മുറി ശയനഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരവിടെ ഉറങ്ങാൻ പോകും. അപ്പോ അഗ്നിഹോത്രി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്തർജനത്തിനെയും ശ്രാദ്ധം മൂട്ടാൻ വന്ന ബ്രാഹ്മണനെയും വിളിക്കും. എന്നിട്ട് ഇവര് 3 പേരും കൂടി ഓരോ മുറിയിലും പോകും. അപ്പൊ അഗ്നിഹോത്രി ബ്രാഹ്മണനോടും ഭാര്യയോടും പറയും, തന്നെ തൊട്ടുകൊണ്ട് അവരെ നോക്കാൻ പറയും. അപ്പോ അന്തർജനവും ബ്രാഹ്മണനും അഗ്നിഹോത്രി പറഞ്ഞതുപോലെ തന്നെ അഗ്നിഹോത്രിയെ തൊട്ടുകൊണ്ട് അവരെ നോക്കും. അപ്പൊ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, മഹാവിഷ്ണുവിനെ പോലെ ശംഖ്, ചക്ര, ഗദാ, പത്മമൊക്കെ ധരിച്ച 4 കൈയുള്ള മഹാവിഷ്ണുവിന്റെ പോലെ തന്നെ ഒരു രൂപമാണ് കാണുന്നത്. ഒരു മുറിയിലല്ല, എല്ലാ മുറിയിലും, 10 മുറിയിലും അത് തന്നെയാണ് അവർ കാണുന്നത്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഭക്തി പാരവശ്യത്തോടു കൂടി അവർ 2 പേരും കാല് തൊട്ട് വന്ദിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യും. അതോടുകൂടി അവർക്കുണ്ടായിരുന്ന അസ്വസ്ഥത എല്ലാം മാറും. അവർക്ക് എന്താ, ഇവരെല്ലാവരും ഈ 10 പേരും മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരങ്ങളാണ്, ഈ ജാതി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്നവർക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഇനി നമുക്ക് പാക്കനാറുടെ ഒരു കഥ കേൾക്കാം. പാക്കനാർ വളരെ ദാരിദ്ര്യത്തോടുകൂടി മുറമൊക്കെ ഉണ്ടാക്കുന്ന, വട്ടിയും മുറവും ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മുളയൊക്കെ എടുക്കുന്നതിനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകും. ഈ സമയം നമ്മുടെ പരമേശ്വരനും പാർവതി ദേവിയും കൂടെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാർവതി ദേവി പരമേശ്വരനോട് പറയും, നമ്മുടെ പാക്കനാർ അങ്ങയോട് വളരെ ഭക്തിയുള്ള ആളല്ലേ, എന്നിട്ട് എന്താ അങ്ങ് പാക്കനാരെ സഹായിക്കാത്തത്? അദ്ദേഹം എന്നും ദരിദ്രനായിരിക്കുന്നത് എന്തുകൊണ്ടാ? അങ്ങേക്ക് കുറച്ച് പണം അല്ലെങ്കിൽ സ്വർണം അദ്ദേഹത്തിന് കൊടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പോൾ പരമേശ്വരൻ പാർവതിയോട് പറയും, ഞാൻ കൊടുത്തിട്ടും കാര്യമില്ല, അത് ഒരിക്കലും പാക്കനാർ എടുക്കില്ല എന്ന് പറയും. അപ്പൊ പാർവതി ദേവിക്ക് അത് അങ്ങോട്ട് ബോധിച്ചില്ല. ഇല്ല, അങ്ങ് കൊടുക്കാത്തത് കൊണ്ടാണ്, അങ്ങ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കും. അങ്ങനെ പാർവതി ദേവിയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ പാക്കനാർ ആ കാട്ടിൽ നിൽക്കുകയാണ്. അവിടെ മുളങ്കൂട്ടത്തിനിടയിൽ കുറച്ച് സ്വർണ്ണ നാണയം പരമേശ്വരൻ വെക്കും. അപ്പോ പാക്കനാർ ആ സ്വർണ്ണ നാണയം കാണും. അപ്പോ പാക്കനാർ പണവും സ്വർണവും ഒക്കെ ആളക്കൊല്ലി എന്നാണ് വിളിക്കുന്നത്. പാക്കനാർ അയ്യോ ആളക്കൊല്ലി എന്ന് പറഞ്ഞ നിലവിളിച്ചുകൊണ്ട് ആ കാട്ടിൽ നിന്ന് ഓടും. അപ്പൊ വഴിയിൽ 2 പേര് കാണും. അപ്പൊ അവർ ചോദിക്കും, നിങ്ങളെന്താ ആളക്കൊല്ലി എന്ന് പറയുന്നത്? നീ വല്ല ഭീകര മൃഗങ്ങളോ ആയിരിക്കുമോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് അവർ അവിടെ വന്ന് നോക്കും. അപ്പോഴാണ് കാണുന്നത് മുളങ്കൂട്ടത്തിനിടയിൽ കുറേ സ്വർണ്ണ നാണയം. അപ്പോൾ ഇതിൽ 2 പേരിൽ ഒരാൾ പറയും, ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണവും ഒരു സഞ്ചി, ഈ സ്വർണ്ണനാണയം മുഴുവൻ ശേഖരിക്കാൻ വേണ്ടി ഒരു സഞ്ചി എടുത്തിട്ട് വരാം, ഭക്ഷണവും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോഴേക്കും മറ്റേ ആൾ ആ സ്വർണത്തിന് കാവല് നിൽക്കും. അങ്ങനെ പോയ ആള് സഞ്ചിയും അതുപോലെ തന്നെ ഭക്ഷണവും വാങ്ങിക്കൊണ്ടുവരും.
അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്നിരുന്ന ആള് ഇയാളെ തലയ്ക്കടിച്ചു കൊല്ലും. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ അത്രയും ആർത്തിയുള്ളൊരു സാധനമാണ്. അപ്പം അത് ഒറ്റയടിക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇയാള് മറ്റേ ആളെ തലയ്ക്കടിച്ചു കൊല്ലും. എന്നിട്ട് ഈ സ്വർണം മുഴുവൻ സഞ്ചിക്കുള്ളിലാക്കി ഇനി തനിക്ക് ഒറ്റയ്ക്ക് ഇത് അനുഭവിക്കാമല്ലോ എന്ന് പറഞ്ഞ ആർത്തിയോടുകൂടി കൊതിയോടുകൂടി അയാൾ അങ്ങനെ ഇരുന്നിട്ട് അപ്പം അയാൾക്ക് വിശക്കാൻ തുടങ്ങും. ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഭക്ഷണം അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങും. പക്ഷെ ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പോയ ആള് അയാൾക്കത് ഒറ്റയ്ക്ക് വേണമെന്നുള്ളത് കൊണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് കഴിച്ച് ഇയാൾ മരിച്ചു വീഴും. അപ്പോൾ ഇതുകൊണ്ടാണ് പാക്കനാർ സ്വർണ്ണ നാണയവും പണത്തിനെയൊക്കെ ആളെക്കൊല്ലി എന്ന് പറഞ്ഞത്. രണ്ടുപേരും മരിച്ചു വീഴും. അപ്പോൾ പാർവതി ദേവിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പരമേശ്വരൻ പാക്കനാർക്ക് സ്വർണവും പണവും ഒന്നും കൊടുക്കാത്തത് എന്താണെന്ന് പാർവതി ദേവിക്ക് ബോധ്യമാകും. ഇനി നമുക്ക് പാക്കനാരുടെ അവസാന കാലത്തെക്കുറിച്ച് പറയാം. അവസാന സമയത്ത് നമ്മുടെ പാക്കനാർ ഒരു മനയിൽ കാര്യസ്ഥനായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മന നമ്മുടെ കുമ്മട്ടിക്കാവ് ക്ഷേത്രത്തിനടുത്തായിരുന്നു. അപ്പോൾ എന്നും മനയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കുമ്മട്ടിക്കാവ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞ് ഒരു പുഴയുണ്ട്, പുഴയൊക്കെ നീന്തി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യസ്ഥനായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് മനയിലേക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പൂവൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു മംഗലം കുന്നുണ്ട്, മംഗലം കുന്നിൽ പോയി പൂവ് വെറുത്തുകൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൽ അർപ്പിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് മനയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് അദ്ദേഹം പുഴയരികിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ വല്ലാത്തൊരു ക്ഷീണം തോന്നി. അപ്പോൾ അദ്ദേഹം കയ്യിലൊരു കാഞ്ഞിരം വടി ഉണ്ടായിരുന്നു. ആ വടിയെടുത്ത് ഇങ്ങനെ കുത്തി ചാരി നിർത്തിയിട്ട് ആ വടിയിൽ ചാരി അദ്ദേഹം ഇരിക്കും. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അത് വളർന്ന് പടർന്ന് പന്തലിച്ചൊരു മരമായി മാറി അദ്ദേഹത്തിന് തണല് കൊടുക്കും. അങ്ങനെ ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് പാക്കനാർ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പം ആ കാഞ്ഞിരം കമ്പിൻ്റെ വടക്കോട്ടുള്ള ഭാഗം മധുരിക്കും, ആ ഇലകളൊക്കെ മധുരിക്കും എന്നാണ് പറയുന്നത്. ഇത് തൃത്താല സ്കൂളിനടുത്ത് കുമ്മട്ടിക്കാവിൽ ഒരു ആൽവൃക്ഷമുണ്ട്. അവിടെയാണ് പാക്കനാർ ഇതുപോലെ അവസാന കാലത്ത് ഇങ്ങനെ മരിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട്. കഥാലോകത്തിൻ്റെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി ബാക്കിയുള്ള കഥകൾ ഇനിയുള്ള വരും അധ്യായങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നന്ദി, നമസ്കാരം.